നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കട്ട്ലറ്റാണ്. ആ കട്ട്ലറ്റിൽ എന്തെല്ലാമാണ് ചേർക്കുന്നത് എന്ന് എന്തെല്ലാമാണ് ചേർക്കുന്നത് എന്ന് പറയൂ. ഓക്കെ, കട്ട്ലറ്റിൻ്റെ ബേസിക് റൂൾ, അതായത് കുക്കിങ്ങിൽ കട്ട്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡഡ് ആയിരിക്കണം, റോസ്റ്റഡ് ക്രസ്റ്റ് ഉണ്ടാവണം, അതിനകത്ത് വെജിറ്റബിൾ അല്ലെങ്കിൽ മീറ്റ് ഉണ്ടാവണം. ഇതാണ് കട്ട്ലറ്റിൻ്റെ റൂൾ. അപ്പോൾ ബ്രെഡഡ് ആയിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിന് ബ്രെഡ് ക്രംബ് യൂസ് ചെയ്യുന്നുണ്ട്, മൈദ യൂസ് ചെയ്യുന്നുണ്ട്, എഗ്ഗ് കോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു പാഴ്സി ഇൻസ്പയർഡ് കട്ട്ലറ്റ് ആണ്. ഇറ്റ്സ് കോൾഡ് പപ്പേറ്റാന കട്ട്ലറ്റ്. പപ്പേറ്റാന കട്ട്ലറ്റ് എന്ന് പറയുന്നത് ഈ പാർസികളുടെ കഥ. അപ്പോൾ പാർസികളുടെ കഥയൊക്കെ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കി പോവാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചീസ് ഫിൽഡ് പപ്പേറ്റാന കട്ട്ലറ്റ്സ്, ഉഡുവാര ഇൻസ്പയർഡ്. ഉഡുവാര എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള പാഴ്സികളുടെ കുക്കിങ്ങിനെ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ള പപ്പേറ്റാന കട്ട്ലറ്റ്സ് ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ആ പറഞ്ഞ ആ കട്ട്ലറ്റ് ഉണ്ടാക്കാം. ഓക്കെ, ഇനി ഇൻഗ്രീഡിയൻസ് നോക്കാം. മെയിനായിട്ട് ഉരുളക്കിഴങ്ങ് യൂസ് ചെയ്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങാണ് ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ്. അതിൻ്റെ കൂടെ മിൻറ്റ് ലീവ്സും കൊറിയാൻഡർ ലീവ്സും, അതായത് മല്ലിയിലയും പുതിനയിലയും യൂസ് ചെയ്യുന്നുണ്ട്. പച്ചമുളക് എരിവിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. നാരങ്ങ ഒരു പുളിപ്പിന്, അതിൻ്റെ കൂടെ അംചൂർ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. ബ്രെഡ് ക്രംസ്, മൈദ, ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ, കുറച്ച് റവ, ഉപ്പ്, അതിൻ്റെ കൂടെ നമുക്ക് സൈഡിന് വേണ്ടിയിട്ട് സാൽസയ്ക്ക് വേണ്ടിയിട്ട് നാരങ്ങയും തക്കാളിയും സവാളയും. സോ ഇതായിരിക്കും വളരെ ബേസിക് ആയിട്ടുള്ള കണ്ടൻറ്റ്. അപ്പോൾ ഈ ചീസ് സ്ലൈസസ് അകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾക്ക് ഉടനെ തന്നെ ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്തിട്ട് ഒരു 3 മാസം വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കട്ട്ലറ്റാണ്. സോ വീട്ടിൽ ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് എപ്പോൾ വേണമെങ്കിൽ എടുക്കുക, ഫ്രൈ ചെയ്യുക, കഴിക്കുക. വേവിച്ച ഉരുളക്കിഴങ്ങ്, ഇതാണ് ഇതിൻ്റെ ബേസ് വരാൻ പോകുന്നത്. സോ അതിനെ മാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റാം. പൊട്ടറ്റോ മാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെയ്യൂ. ഓക്കെ, അത് പുതിന ഇലയും മല്ലിയുടെ ഇലയും മിക്സ് ചെയ്യണ്ടേ? അത് മിക്സ് ചെയ്യാൻ പോകും. ഇത് മിക്സ് ചെയ്യണ്ടേ? അപ്പോൾ ഉപ്പിട്ട് മിക്സ് ചെയ്യാം. അത് നമുക്ക് ഫൈനലി മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിനെ നമ്മൾ ലോക്ക് ചെയ്ത് അപ്പോൾ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത മല്ലിയും പുതിനയിലും നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി ഒരു പച്ചമുളക് അരിയണം? വേണ്ട, നമുക്ക് അതിന് ഇതുണ്ടല്ലോ. അത് അരിഞ്ഞില്ലെങ്കിൽ അരിയുമല്ലോ. അംചൂർ പൗഡർ. അംചൂർ പൗഡർ എന്ന് പറയുമ്പോൾ ആം എന്ന് പറഞ്ഞാൽ പച്ചമാങ്ങ, ചൂർ എന്ന് പറഞ്ഞാൽ പൊടി, അതായത് പച്ചമാങ്ങ ഉണക്കി പൊടിച്ചത്. അത്രേ ഉള്ളൂ. നാരങ്ങയുടെ കുരു വീഴാതെ നോക്കുക. ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചു. ഇതൊക്കെ ഫാഷൻ അല്ലേ? പിന്നെ നമ്മളിപ്പോൾ ആദ്യം തുണി വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിപ്പോൾ നല്ല ഡ്രസ്സ്, ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീട്ടിലിടും, പിന്നെ അത് നൈറ്റി ആവും, പിന്നെ നിലം തുടയ്ക്കൂലേ. അപ്പോൾ ഇത് ആദ്യം തന്നെ ചെയ്യുന്നത്. അല്ല, ഇതിപ്പോ എന്തായി? പപ്പേറ്റാന കട്ട്ലറ്റ്സ് പാർസികളുടെ ഒരു ഡിഷാണ്. അവർക്ക് മെയിനായിട്ട് ഉരുളക്കിഴങ്ങാണ്. അവർക്ക് ചീസ് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഉടുവാടയിലെ പാർസികൾ അവരാരാധിക്കുന്ന ആ ഫയർ ടെമ്പിൾ, അതായത് ഗുജറാത്തിലെ ആ ഉടുവാട എന്ന് പറഞ്ഞ സ്ഥലത്തെ ആ പാർസി ഫയർ ടെമ്പിൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഫയർ ടെമ്പിളാണ്. അപ്പോൾ അവിടെയുള്ള അവരുടെ കുക്കിങ്ങിന്റെ സ്റ്റൈലിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു പപ്പേറ്റാന കട്ട്ലറ്റ്സ്. അവർ പറയുന്നത് പപ്പേറ്റാന കട്ട്ലറ്റ്സ്, അതായത് ഉരുളക്കിഴങ്ങ് കട്ട്ലറ്റ്സ്. എന്തൊക്കെയാണ് ബേസിക്? ചീസ്, ഉരുളക്കിഴങ്ങ്, മല്ലിയില, പുതിനയില, അംചൂർ പൗഡർ, ഉപ്പ്, ഇതൊക്കെയാണ് ബേസിക് ഇൻഗ്രീഡിയൻസ് വരുന്നത്. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് പൊട്ടറ്റോ ആണ്. അപ്പോൾ അവരുടെ ആ സ്റ്റൈൽ, പാഴ്സി സ്റ്റൈലിലുള്ള കട്ട്ലറ്റിൽ അവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ റവയാണ് കോട്ട് ചെയ്യുന്നത്. പക്ഷേ കട്ട്ലറ്റ് എന്ന് പറയുമ്പം ബേസിക് റൂൾ, അതായത് കട്ട്ലറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു കുക്കിംഗ് സ്കൂളിൽ ചെന്നാലോ അവർ പറയുന്നത് കട്ട്ലറ്റ് എന്ന് പറഞ്ഞാൽ ബ്രെഡഡ് ആയിരിക്കണം, ഔട്ടർ കോട്ടിംഗ് ബ്രെഡ് ആയിരിക്കണം, ബ്രെഡ് ക്രംസ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് പപ്പേറ്റാന കട്ട്ലറ്റ്സിൽ റവയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ മിക്സ് ഓഫ് റവയും. അപ്പോൾ അത് എക്സാക്റ്റ് അതൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, ഇൻസ്പയർഡ് പപ്പേറ്റാന. ഓക്കേ, ഉണ്ടായിക്കോളൂ. അല്ല, ഇന്നത്തെ കോസ്റ്റ്യൂമിനെ കുറിച്ചൊന്നും പറയാത്തത്? ഇതും പാഴ്സി ഇൻസ്പയർഡ് ആണ്, വൈറ്റ് ആണ്. അത് നമുക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടോ. സോറി. കാരണം പാർസികളുടെ വേഷം നോക്കി കഴിഞ്ഞാൽ കറുത്ത തുപ്പിയും വെള്ള ഡ്രസ്സുമാണ് യൂഷ്വലി അവർ യൂസ് ചെയ്യുന്നത്. ആണുങ്ങൾ, ലേഡീസ് ആകുമ്പം അവർ ശറാറ പോലത്തെ ഡ്രസ്സസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ചുരിദാർ ആക്കി അതിനെ ഇങ്ങനെയൊക്കെ ചെയ്യുമല്ലേ?
ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് വേണം നിൽക്കാൻ. അപ്പൊ അങ്ങനെ നിന്നിരുന്നെങ്കിൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലായത്. അല്ല വേറെ കാര്യണ്ട്, ഈ ഏപ്രിക്കോട്ട് ഇട്ട് സ്പെക്സും വെച്ച് എല്ലാം വെച്ച് ഇനി അതും കൂടി ഇട്ട മുഖം കാണൂല. ഈശ്വരോ, ഇത്രയും താടി ഉണ്ടായിട്ട് എന്റെ മുഖം ആൾക്കാർ ഇപ്പോഴും കാണുന്നുണ്ട്. ഇപ്പോഴും അന്വേഷിച്ച് നോക്കുന്നു. കാണുന്നില്ല. കാണുന്നുണ്ട് ഉണ്ട്. ആരും പറഞ്ഞു? കാണുന്നുണ്ട്. ഇന്നലെ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ അപ്സര നീ. നമ്മള് അല്ല, നിൽക്കുകയാണ് ഇവിടെ. അനീഷേട്ടാ. നമ്മള് പോയില്ലായിരുന്നു. നമ്മള് പോയില്ലായിരുന്നു. ഓക്കെ, നമ്മൾ കട്ട്ലറ്റ് ബ്രെഡ് ചെയ്യാൻ തുടങ്ങാൻ പോവുകയാണ്. അതായത് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മൈദയുടെ ഒരു സ്ലറി, എഗ്ഗിൻ്റെ ഒരു വാഷ്, ബ്രെഡ് ക്രംസ്, ഇത് മൂന്നും റെഡിയാക്കുകയാണ്. ബ്രെഡ് ക്രംസ് നമുക്കൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ബ്രെഡ് ക്രംസിൻ്റെ കൂടെ കുറച്ച് റവയും കുറച്ച് പെപ്പർ പൗഡറും ആഡ് ചെയ്യുന്നുണ്ട്. മൈദയിൽ സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉപ്പില്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാവില്ല. കട്ട്ലറ്റ് ഒരുമാതിരി തൊലി തിന്നുന്ന പോലെ ആവില്ല. ഇറ്റ് വിൽ ബി ടേസ്റ്റി. സാൽസ റെഡി. കുറച്ച് ഉപ്പിട്ടും ശരി. അപ്പോൾ കൂടെ സെർവ് ചെയ്യാനുള്ള സൈഡ്സും റെഡിയായി. സാൽസ മയോണൈസ് ഉണ്ടോ അതിന്? സാൽസ മയോണൈസ്. അപ്പോൾ ഇനി നമ്മൾ കട്ട്ലറ്റ് ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ബ്രെഡിങ്ങിൻ്റെ ഒരു ടൈമാണ്. അപ്പോൾ ബ്രെഡിങ്ങിന് എഗ് വാഷ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ മൈദയിൽ കുറച്ച് പൊടിയും അതായത് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അത് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ബ്രെഡ് ക്രംസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കൂടെ കുറച്ച് റവ ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്, ആ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ സാധാരണ റവ നമ്മൾ കുറച്ച് ബ്രെഡ് ക്രംസിൽ ആഡ് ചെയ്യുന്നുണ്ട്, ആ ഒരു ക്രിസ്പി നേച്ചർ കിട്ടാൻ വേണ്ടിയിട്ട്. സോ എണ്ണ ചൂടായി കഴിഞ്ഞു. നമ്മൾ ഇപ്പോൾ ഇനി ഓരോ കട്ട്ലറ്റിനെയും എഗ് വാഷും അതിൻ്റെ കൂടെ മൈദയും മൈദ സ്ലറിയും പ്ലസ് ബ്രെഡ് ക്രംസ് അതാണ് ചെയ്യാൻ പോകുന്നത്. സോ എഗ് വാഷിൽ ആദ്യം നമ്മൾ മുക്കി, ഇതിനെയാണ് നിങ്ങൾക്ക് ഫ്രീസ് ചെയ്യാൻ പറ്റുക. ഇത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് 3 മാസം കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യാം. 3 മാസം വരെ യൂസ് ചെയ്യാൻ പറ്റും. അത്രയും സേഫാണ്. കട്ട്ലറ്റ്സ് ഷാലോ ഫ്രൈയിങ് ആണ്. 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആവുന്നത് വരെ കുക്ക് ചെയ്യാം. അപ്പൊ ഒരു പാട്ട് പാട്. ഫ്രൈ ആവുന്നവരൊരു പാട്ട്. ഫ്രൈ ആവുന്ന ഒരു പാട്ടല്ലേ? ഏതാ? ദൂരെ ദൂരെ വാനിൽ നീ തിങ്കൾ പൊന്നായുതിരവേ, ഏതോ മേഘം പോലെ ഞാൻ നിന്നിൽ തന്നെ അലിയവേ, നീ അറിയാൻ വൈകിയോ രാമഴ പോലാശകൾ, ദൂരെ ദൂരെ വാനിൽ നീ. എനിക്ക് വരിയറിയില്ല. So, Udvada Parsi inspired papitana cutlets with salsa റെഡിയാണ്. ഇതിനിപ്പോൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് അറിയേണ്ടത് അകത്തുള്ള ചീസ് അത് ഉരുകിയിട്ടുണ്ടാവും. ആ പൊട്ടറ്റോയിലെ ഫ്ലേവർ ലൈമിൻ്റെയും അതിൻ്റെ കൂടെ അംചൂറിൻ്റെയും ഉണ്ടാവും. സോൾട്ടഡ് ആണ്. അതിൻ്റെ കൂടെ ആ ഒരു സോഫ്റ്റ്നെസ് ഓഫ് പൊട്ടറ്റോ, ഹാർഡേ അല്ലാത്ത കഴിക്കാൻ ഏറ്റവും രസകരമായ ക്രസ്റ്റ്, ക്രംബ്ലി ആയിട്ടുള്ള ക്രസ്റ്റുള്ള പപ്പേറ്റാന കട്ട്ലറ്റ്സ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾ അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു. അതെ.